സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ മാംഗോ മെഡോസ് യാത്രയിലെ ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ കുറേ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാ ആക്ടിവിറ്റീസുകളും ഒന്നും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോയ്ക്ക് നീളം കൂടുന്നതിനാൽ. അപ്പോൾ കണ്ട് അഭിപ്രായം പറയുക. താങ്ക് യു. ഇന്ന് മാർച്ച് 31, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയതുകൊണ്ട് അവധിയാണെന്ന് തോന്നുന്നു. ധാരാളം ആളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇവിടെ പാർക്കിങ്ങിന് തന്നെ സ്ഥലമില്ലാതെ, പുറത്തൊക്കെ ആയിട്ട് പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാത്ത വിധത്തിൽ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ഇന്ന് ഇവിടെ കാണാൻ. ഇരട്ട ജാതിയാണ്. ഒരു ജാതി തന്നെ ബുദ്ധിമുട്ടല്ല, ഇരട്ട ജാതി. വരുന്നത് 6 നിലയാണ് വരുന്നത്. സ്റ്റെപ്പാണ്. നമുക്ക് ലിഫ്റ്റ് ഒന്നുമില്ല, നടന്നു തന്നെ കയറണം. വിളിച്ചു കഴിഞ്ഞാൽ സിംഗിൾ വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ടോപ്പ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഷൂട്ടിങ്, അമ്പെയ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ കൂടെ ഉള്ളവർ പലരും വെടിവെച്ചു. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അന്നമ്മയുടെ വെടി മാത്രമാണ് കൊണ്ടത്. അങ്ങനെ അന്നമ്മയ്ക്ക് വെടിക്കാരി അന്ന എന്ന പേര് ഇവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. വെടിവെച്ചത് കൊണ്ടില്ലെങ്കിലും ഒരമ്പ് ലക്ഷ്യത്തിനടുത്ത് എത്തിക്കാൻ എനിക്കും സാധിച്ചു. ഇതിനടുത്ത് തന്നെ കുട്ടികൾക്കുള്ള ഗെയിം സോണും മറ്റുമുണ്ട്. കുട്ടികൾക്കും കളിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് വള്ളക്കടവ്. ഇവിടെ ബോട്ട് യാത്ര നമുക്ക് സൗജന്യമാണ്. എൻട്രി ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണ് ഇതും. ഇവിടെ 2 തരത്തിലുള്ള വള്ളമുണ്ട്. ഇതുപോലെയുള്ള സാധാരണ വള്ളം. ഈ വള്ളത്തിൽ കയറിയ നമ്മളെ തുഴക്കാരനുണ്ട് കൂടെ. തുഴക്കാരൻ നമ്മളെ കൊണ്ടുപോയിക്കോളും. പിന്നെ രണ്ടാമതുള്ളത് പെഡൽ ബോട്ടാണ്. നമ്മൾ തന്നെ പെഡൽ ബോട്ട് ചവിട്ടി പോകണം. പെഡൽ ബോട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. നമ്മുടെ ഇഷ്ടത്തിന് ചവിട്ടി പോകാമല്ലോ എന്ന് കരുതിയാണ് എടുത്തത്. പക്ഷേ ചവിട്ടിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. അയ്യോ, പെഡൽ ബോട്ട് ചവിട്ടി മടുക്കുക. പെഡലിന് കാലെടുക്കാം ബിപി. ഈ നല്ല വെയിലത്ത് പെഡൽ ബോട്ട് ചവിട്ടുന്ന ഒരു ആയാസകരമായ പരിപാടിയാണ്. രണ്ടുപേരും ഒരുപോലെ ചവിട്ടിയില്ലെങ്കിൽ മറ്റേ ആളുടെ കാലിന് പ്രശ്നമാവും. ഞങ്ങളുടെ കൂടെയുള്ള പാർട്ടികൾ ഇതാ നോക്ക്, ഈസിയായിട്ട് ചവിട്ടി പോകുന്നുണ്ട്. ഏറ്റവും രസകരമായ കാഴ്ചകൾ കാണണമെങ്കിൽ ഇവിടെ ഈ കുട്ടവഞ്ചി സവാരിയുടെ സ്ഥലത്തെത്തിയാൽ മതി. കുട്ടവഞ്ചിയിൽ നമ്മൾ തന്നെയാണ് തുഴയേണ്ടത്. സാധാരണ വള്ളം തുഴയുന്ന പോലെയല്ല, 2 പേര് തുഴയണമെന്നറിയാമല്ലോ. കുട്ടവഞ്ചിയുടെ 2 വശത്തും ഇരിക്കുന്നവർ ഒരുപോലെ തുഴഞ്ഞില്ലെങ്കിൽ വള്ളം കിടന്ന് കുട്ടവഞ്ചി കിടന്ന് വട്ടം കറങ്ങത്തേ ഉള്ളൂ. അങ്ങനത്തെ കാഴ്ച കാണാം. അവിടെ അവൻ തുഴയാൻ പറ. നല്ലത്. അത് ഭയങ്കര പ്രശ്നമാകുമല്ലോ. മുന്നോട്ട് വരാം, ഇങ്ങോട്ട് വരാനാ. ചക്കര ഇങ്ങോട്ട് നോക്കി. കുറച്ചു നേരം മനസ്സ് തുറന്ന് ചിരിക്കണമെങ്കിൽ ഈ കുട്ടവഞ്ചി സവാരിയുടെ അവിടെ നിന്നാൽ മതി. ഇതാ നോക്കിക്കോ, അവിടെ കിടന്ന് വട്ടം കറങ്ങേ ഉള്ളൂ. ഒരാൾ തെക്കോട്ട് തുഴയുമ്പോൾ ഒരാൾ വടക്കോട്ടാണ് തുഴയുന്നത്. കുട്ടവഞ്ചി കിടന്ന് വട്ടം കറങ്ങി അവിടെ കിടക്കുകയല്ലാതെ മുന്നോട്ട് നീങ്ങുന്നില്ല. കണ്ണ് സൂക്ഷി, കണ്ണ്. കൈ നോക്ക്. ഇവിടെ ഒരാൾ എന്താ കരയ്ക്കുന്ന വള്ളം ഓടിക്കുക ഞങ്ങളിവിടെ. ചൂണ്ടയിടലിൻ്റെ ഒരു ശ്രമം നടത്തുകയാണ്.
ചൂണ്ട ചൂണ്ട ആദ്യം ഇട്ടത് കൊണ്ടുപോയി. മീൻ കൊണ്ടുപോയി തീറ്റ. ഒരു മീൻ പോലും കൊത്തുന്നില്ല. അങ്ങനെ തീറ്റ പോയതുകൊണ്ട് തൽക്കാലം മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിച്ച് മീനൊന്നും കൊത്തുന്നില്ല. ചോദി വെള്ളത്തെ ചലഞ്ച് അങ്ങനെ ആട്ടവും പാട്ടവും കുറേ ആക്ടിവിറ്റീസും വെടിവെപ്പും അമ്പെയ്ത്തും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഉച്ചയൂണ് കഴിച്ചു. 3 റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. കണ്ടൽപ്പൊക്കുടൻ്റെ ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതോടുകൂടി തൽക്കാലം ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഇത്രയും നേരം വാച്ച് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്